ഞാൻ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയൊക്കെ ആയിട്ടിട്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് അതിഭയങ്കരമായിട്ട് എനിക്കൊരു വല്ലാത്ത ഉള്ളിലൊരു കുളിർമ തോന്നിപ്പോയ, ഒരു ആത്മീയ കുളിർമ തോന്നിപ്പോയ എഴുത്താണത്. മാർപ്പാപ്പ ഇങ്ങനെ എഴുതി വെക്കുകയാണ്: വെൻ ദർ ഇസ് നോ വൺ വിത്ത് മീ, എൻ്റെ കൂടെ ആരും ഇല്ലാത്തപ്പോഴും. വെൻ ദർ ഇസ് നോ വൺ ടു ഹിയർ മീ, എന്നെ കേൾക്കാൻ ഒരാളില്ലാത്തപ്പോഴും. വെൻ ദർ ഇസ് നോ വൺ ടു ഹെൽപ്പ് മീ, എന്നെ സഹായിക്കാൻ ഒരാളില്ലാത്തപ്പോഴും. വെൻ ദർ ഇസ് നോ വൺ ഇൻ ഹൂം ഐ ക്യാൻ ട്രസ്റ്റ്, ഒന്ന് ട്രസ്റ്റ് ചെയ്യാൻ, ഒന്ന് വിശ്വസിക്കാൻ എനിക്ക് ഒരാളില്ലാത്തപ്പോഴും. ക്രൈസ്റ്റ് ഈസ് സ്റ്റിൽ വിത്ത് മീ, അപ്പോഴും ക്രിസ്തു എൻ്റെ കൂടെ തന്നെയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ ബോധ്യം ഉള്ളിലുണ്ടെങ്കിൽ ഈ അവസ്ഥ എത്ര നിരാശപ്പെട്ടതാവട്ടെ, എത്ര ഇരുട്ടായി പോകട്ടെ, കയറിപ്പോരും. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുക, അച്ഛനെ ഇവിടെ ഒന്ന് മൈക്കും പിടിച്ചത് പറഞ്ഞാൽ പോലെ കയറിപ്പോരുമെന്ന്. അനുഭവം ഉള്ളതുകൊണ്ട് പറയാണോ? കയറിപ്പോരാൻ ഇതല്ലാതെ വേറൊരു വഴിയില്ല. ഈശോയുടെ അടുത്ത് കുത്തിയിരിക്കുക, ഈശോയെ കേട്ടിരിക്കുക. എൻ്റെ ഈശോ എന്നെ കൈവിടില്ല എന്ന് ഉറപ്പിച്ചങ്ങ് വിശ്വസിക്കുക. നിങ്ങൾ ജില്ലായിട്ട് കയറിപ്പോ.